ഹായ് ഓൾ സൂപ്പർ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോർണേഴ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് ശില്പ, ഞാൻ കുഞ്ഞിക്കുട്ടികളുടെ നഴ്സാണ്, UK വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്രസ്റ്റ് പമ്പ് എന്താണെന്ന് പറഞ്ഞു തരും. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് അത്യാവശ്യമായിട്ടൊരു ന്യൂ മോം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നൊരു മദർ എന്ന രീതിയിൽ ബ്രസ്റ്റ് പമ്പിന് ആവശ്യകത ഉണ്ടാവുന്നതെന്നും, പിന്നെ രണ്ട് തരത്തിലുള്ള ബ്രസ്റ്റ് പമ്പ് ഉണ്ട്, ഇലക്ട്രിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള ബ്രസ്റ്റ് പമ്പാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ബ്രസ്റ്റ് പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ പാല് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ബ്രസ്റ്റ് പമ്പ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു 3 days മിൽക്ക് സപ്ലൈ കുറവായിരിക്കും. 3 days കഴിയുമ്പോൾ മിൽക്ക് സപ്ലൈ കൂടുമ്പോൾ മെയിനായിട്ട് അമ്മമാർക്ക് ഒരു ബ്രസ്റ്റ് എൻകോറേജ്മെൻറ്റും ബ്ലോക്ക് ഡക്റ്റും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഹാൻഡ് എക്സ്പ്രസ് ചെയ്ത് കളയാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ തന്നെ കണ്ടിന്യൂസ് ആയി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 1 month അമ്മ എന്ന രീതിയിൽ നമ്മൾ തീരെ ഉറങ്ങത്തില്ല. നമ്മൾ എക്സ്പ്രസ് ചെയ്ത മിൽക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ അമ്മമാരല്ല നമ്മുടെ ഹസ്ബൻഡുമാർക്ക് ഒന്ന് മാറി ഫീഡ് ചെയ്യുകയും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം മൂന്നാമതായിട്ട് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ബേബീസോട്ടല്ല NICUലൊക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് എപ്പോഴും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് കുഞ്ഞിന് ബോട്ടിലിൽ ആക്കിയിട്ട് NICUൽ കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എന്തായാലും നമുക്ക് ബ്രസ്റ്റ് പമ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് മിൽക്ക് സപ്ലൈ കൂടുമ്പം നമുക്ക് കുഞ്ഞ് കുടിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ മിൽക്ക് സപ്ലൈ കൂടുമ്പോൾ നമുക്കത് ഇങ്ങനെ ബ്രസ്റ്റിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്, അത് കൂടുതൽ ഈ എൻകോറേജ്മെൻറ്റും അവിടെ ഇൻഫെക്ഷനൊക്കെ ആവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനൊക്കെ ഇങ്ങനെ ഒരു ബ്രസ്റ്റ് പമ്പിൻ്റെ ആവശ്യം ഉണ്ടാകും കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത്, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഉണ്ടാവുകയുള്ളൂ. അപ്പം കുഞ്ഞിപ്പോൾ കുടിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഫീഡ് ചെയ്തില്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുന്ന ആ ഒരു എമൗണ്ട് കുറവായിരിക്കും. അപ്പം നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് സെൻസ് ചെയ്ത് നമുക്ക് കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് കുടിച്ചില്ലെങ്കിലും എക്സ്പ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് മിൽക്ക് സപ്ലൈ എപ്പോഴും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു ബ്രസ്റ്റ് പമ്പ് അത്യാവശ്യമാണ്. വർക്കിംഗ് വുമൻസ് ആയിട്ടുള്ള അമ്മമാർ, അതായത് 3 മാസം 1 മാസമൊക്കെ കഴിയുമ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് എക്സ്പ്രസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരു ബ്രസ്റ്റ് പമ്പ് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവരൊക്കെ ഒരു ബ്രസ്റ്റ് പമ്പ് അത്യാവശ്യമായിട്ട് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് മാനുവൽ ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഇത് ബോട്ടിലാണ്. ഇത്രേ ഉള്ളൂ ഈ മാനുവൽ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ബോട്ടിലുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു പാർട്ട്, ഇതിന് ഫ്ലാഞ്ച് എന്നാണ് പറയുന്നത്, ഈ ഭാഗം നമ്മുടെ നിപ്പിളുമായിട്ട് ബ്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് ഹാൻഡിൽ, ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രഷർ ഉണ്ടാക്കുന്നു. അത് നമ്മുടെ സക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് മിൽക്ക് ഇങ്ങനെ ബോട്ടിലേക്ക് വരുന്നു. ഇതാണ് ഒരു നോർമൽ, ഒരു മാനുവൽ, ഒരു സിമ്പിൾ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിവിടെ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കും. ഇതിവിടെ ഇപ്പോൾ സിലിക്കോൺ ആയിട്ടുള്ളതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് ഏതാ കമ്പനി ഞാൻ മറന്നുപോയി. ഇതിപ്പം അവൈലബിൾ ഒന്നും അല്ല. ഇപ്പോൾ എല്ലാ സിലിക്കോൺ ആയിട്ടുള്ള നല്ല ബ്രസ്റ്റ് പമ്പ്സാണ് അവൈലബിൾ. അതുകൊണ്ട് ഇത് സിലിക്കോൺ ആണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ മാനുവൽ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുമ്പോൾ ഓരോ തവണയും സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ ഈ ഹാൻഡിൽ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ബാക്കി പാർട്ടെല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഈ ബ്രസ്റ്റ് പമ്പിൽ തന്നെ 3 സക്ഷൻ ഉണ്ട്. ജെൻറ്റിൽ, മീഡിയം, ഹാർഡ് എന്നൊക്കെ പറഞ്ഞ്, സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് 3 സക്ഷൻ ഉണ്ട്. ഈ ഹാൻഡിൽ നമ്മൾ താത്തി ഇടുമ്പം അതിൻ്റെ പ്രഷർ ഇങ്ങനെ കൂടി വരും. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഇട്ടിട്ട് എക്സ്പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. ബോട്ടിലേക്ക് മിൽക്ക് വരുന്നതാണ്. ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഞാൻ വിചാരിച്ചു, ഞാനൊരു നേഴ്സാണ്, ഒരു നിയോനേറ്റൽ നേഴ്സായിരുന്നു. പക്ഷേ എനിക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര നന്നായിട്ട് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പോവുകയാണ് കുഞ്ഞെൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ അമ്മമാരൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരു തോട്ടായിരിക്കും അല്ലേ അത്. ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചു. ഞാൻ എന്നിട്ട് ഡെലിവറി സിസേറിയൻ ആയിരുന്നു. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേനും ബ്രസ്റ്റൊക്കെ ഇങ്ങനെ കല്ലിച്ച് എൻകോറേജ്മെൻ്റ് ആയി. അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ എന്നോട് എക്സ്പ്രസ് ചെയ്ത് കളയാൻ പറഞ്ഞു. സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റില്ല, കാരണം സിസേറിയൻ്റെ പെയിനും എല്ലാം ആയിട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പോയി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു ഇത് കേട്ടോ. അന്ന് ഞാൻ വിചാരിച്ചു ഇലക്ട്രിക്കിൻ്റെ ആവശ്യമില്ലല്ലോ, കുറച്ച് ദിവസം മാത്രം ആവശ്യം വരുള്ളല്ലോ, അങ്ങനെ വാങ്ങിച്ചതാണിത്. അങ്ങനെ ഞാനത് യൂസ് ചെയ്തു. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, കൈ കൊണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യാനും. പിന്നെ ഇവിടെ ഇതൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നിപ്പിളിൽ ക്രാക്ക് ഉണ്ടാകുകയും അങ്ങനെ കുറേ
കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഡെലിവറി കഴിഞ്ഞ് UK തിരിച്ചു പോയി. പിന്നെ UK ചെന്ന് ഞാൻ ഡ്യൂട്ടിയൊക്കെ ചെയ്തപ്പോൾ അവിടെ നമ്മൾ NICയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് ഞങ്ങൾ ബ്രസ്റ്റ് പമ്പ്, ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് ലോണിന് കൊടുക്കും. അതായത് ജസ്റ്റ് ഒന്നുമില്ല, അവർക്ക് ബ്രസ്റ്റ് പമ്പ് കൊടുക്കും, ന്യൂ ഫണലും മറ്റു കാര്യങ്ങളൊക്കെ ഈ മെഷീൻ മാത്രം നമ്മൾ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരത് വീട്ടിൽ പോയി എക്സ്പ്രസ് ചെയ്തുകൊണ്ട് വന്ന് കുഞ്ഞിന് മിൽക്കൊക്കെ കൊടുക്കും. ഡിസ്ചാർജ് ആകുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു തരും ഫ്രീ ആയിട്ട് നമ്മളങ്ങനെ കൊടുത്ത് വാങ്ങിക്കുന്ന കേട്ടോ. അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പാർട്സൊക്കെ നന്നായിട്ട് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല സോഫ്റ്റാണ്, നല്ല സംഭവമാണല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ ഡെലിവറി ആയപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഇലക്ട്രിക് തന്നെ മേടിക്കാം, കാരണം ഞാൻ അതുമായിട്ടൊന്ന് ഫെമിലിയർ ആയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഡെലിവറിക്ക് മുമ്പേ വാങ്ങിച്ചതാണ് എൻ്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണിത്. റോബോസോൺ എന്ന് പറയുന്നൊരു കമ്പനിയാട്ടോ. ഇതിന് വയറേയും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ഇലക്ട്രിക് ആണ്, റീചാർജബിൾ ആയിട്ട് ബാറ്ററി ഓപ്പറേറ്റഡും ഉണ്ട്, അല്ലാതെ റീചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഒരു കേബിളും ഉണ്ട് കേട്ടോ. ഇതാണ് കേബിൾ. അപ്പം നമ്മൾ ഇതിവിടെ ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് ഇത് മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യും. ഒരു അഡാപ്റ്ററൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് നമ്മൾ ചാർജ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇതൊരു ക്യാപ്പാണ് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, നോർമൽ ഫ്ലഞ്ച്, പിന്നെ ഇതൊരു മോട്ടോർ, ഈ ഒരു ഏരിയ ഇലക്ട്രിക് ആണ്. ഇത് നമ്മൾ വാഷ് ചെയ്യൊന്നുമില്ല. ഈ പാർട്ട് മുഴുവൻ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. പിന്നെ ഇത് ടച്ച് സ്ക്രീനാണ്. ഇവിടെ നമുക്ക് മോഡുണ്ട്, ഒരു 3 തരം മോഡുണ്ട് ഇതിൽ. ഇവർ ബേബി സക്ക് ചെയ്യുന്ന ആ ഒരു സക്ഷനൊക്കെ മിമിക് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നതാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ബെറ്ററാണ്. നമ്മളൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കുന്നു, അപ്പോഴത്തേനും ഇത് ഓൺ ആവുന്നു. പിന്നെ നമ്മളിങ്ങനെ ബ്രസ്റ്റിൽ വെക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ അകത്ത് മിൽക്ക് കളക്ട് ചെയ്ത് വരുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ബോട്ടിലിൽ വെച്ച് കുഞ്ഞിന് കൊടുക്കുന്നു കേട്ടോ. റീചാർജ് ചെയ്താൽ ഒരു ദിവസമൊക്കെ നമുക്ക് കിട്ടും, ഓരോ ദിവസവും റീചാർജ് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് പ്ലസ് മൈനസ് എന്നൊക്കെ ഉണ്ട്. ആ ഒരു സക്ഷൻ്റെ പ്രഷർ നമുക്ക് തന്നെ കൂട്ടിയിടുകയും കുറച്ചിടുകയും ഒക്കെ ചെയ്യാം. നല്ലൊരു ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. ഒരു ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ ഇവിടെ തന്നെ നമുക്ക് തന്നെ അവൈലബിൾ ആയിട്ട് ഇങ്ങനെ കുറേ വള്ളിയൊക്കെ വരുന്ന ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് ബെറ്ററാണ്. ഒരെണ്ണമൊക്കെ മതി. ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ 2 മേടിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ ഒരെണ്ണമൊക്കെ വെച്ച് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ചെയ്ത് നോക്കാം കേട്ടോ. എഫിഷ്യൻസിൻ്റെ കാര്യത്തിൽ മാനുവൽ ഇത്തിരി പുറകിലേക്കാണ്, കാരണം നമ്മൾ എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് അത് എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ച് എത്രത്തോളം ഫാസ്റ്റ്, എത്രത്തോളം പെട്ടെന്ന് കിട്ടും എന്നുള്ളത് നമ്മുടെ ആ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും കേട്ടോ. അതേസമയം ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രോപ്പർ കൺസിസ്റ്റൻറ്റ് സക്ഷനും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ബ്രസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇത് പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻസിനൊക്കെ, ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് ജസ്റ്റ് അവിടെ വെച്ചാൽ മതി, നമ്മളിതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എഫിഷ്യൻസിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക് ആണ് കേട്ടോ ബെസ്റ്റ്. ഇനി അടുത്തത് പോർട്ടബിലിറ്റി കേട്ടോ. നമുക്ക് എന്തോരം ഹാൻഡിയാണ് കയ്യിലെടുത്തുകൊണ്ട് പോകുന്നത്, വേറൊരു യാത്രയൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അതിപ്പോൾ അതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, കാരണം ആകെ ഇത് മാത്രമാണുള്ളൂ ഇതിൽ എടുക്കാനുള്ളൂ. സ്റ്റെറിലൈസ് ചെയ്യണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതൊരു കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇലക്ട്രിക്കും ഈ ഒരു ബ്രസ്റ്റ് പമ്പാണ് അധികം വലിയ സംഭവമൊന്നും എടുക്കാനില്ല. ഈ മോട്ടറും ഈ ഒരു പാർട്ടും ഇത് സ്റ്റെറൈൽ ചെയ്യാനൊക്കെ ഉള്ളൂ. അതേസമയം ഇലക്ട്രിക് വേറെ കുറേ ടൈപ്പ് ഉണ്ട്, അതായത് കുറേ ഈ സക്ഷൻ്റെ ട്യൂബൊക്കെ ആയിട്ട് വരുന്നത്, അതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിലൂടെ ചാർജറും കേബിളും ഒക്കെ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബാറ്ററി ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ബാറ്ററി ഒക്കെ ആയിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷേ ഹാൻഡിയാണ്, കുറച്ച് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാനുവലാണ് ബെറ്റർ കേട്ടോ. അടുത്തത് നോയ്സ് ലെവൽ കേട്ടോ. ഈ മാനുവലിൽ വലിയ നോയ്സ് ഒന്നുമില്ല, നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന അത്രയും, നമ്മൾ എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ നോയ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇലക്ട്രിക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൗണ്ട് ഉണ്ട് ഇതിന്. നമ്മളിങ്ങനെ ഫോൺ വിളിച്ചാൽ 2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ബ്രസ്റ്റ് പമ്പ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ അവളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു സ്ക്യൂസിങ് സൗണ്ട് ഇപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുമായിരിക്കും. അത് ഇത്തിരി നോയ്സിയാണ്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുവാണെങ്കിൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് ഇത്തിരി നോയ്സിയാണ്. പിന്നെ അടുത്തത് കംഫർട്ട് കേട്ടോ. കംഫർട്ട് എപ്പോഴും ഇലക്ട്രിക് കുറച്ചൊരു ബെറ്ററാണ്, കാരണം മാനുവൽ ആകുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തുണ്ടല്ലോ, കൈക്ക് ഭയങ്കര പെയിൻ വരും. കാരണം നമ്മുടെ ഈ കൈൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ഇവിടെ സക്ഷൻ അപ്ലൈ ആയിട്ട് പ്രഷർ വരുന്നത്. അതേസമയം ഇലക്ട്രിക് അങ്ങനെയല്ല, ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതുകൊണ്ട് കയ്യിൽ പെയിനൊന്നും വരത്തില്ല, പക്ഷേ സക്ഷൻ ഇത്തിരി ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു കൺസിസ്റ്റൻറ്റ് അവർ വെച്ചേക്കുന്ന സക്ഷനാണല്ലോ, നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, എന്നാലും അത് ഇത്തിരി സക്ഷൻ പ്രഷറൊക്കെ ഇത് കൂടുതലാണ്. അല്ലാതെ കൈക്ക് വേദന അങ്ങനെയൊന്നും വരില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പോർട്ടബിളിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക് ആണ് ബെറ്റർ.
അടുത്തത് പ്രൈസിൻ്റെ കാര്യത്തിൽ മാനുവലിന് റേറ്റ് കുറവാണ്, ഇലക്ട്രിക്കിന് റേറ്റ് കൂടുതലാണ്. മാനുവൽ ഏകദേശം ഒരു 500, 700, ഒരു 1000 താഴെ നമുക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ ബോട്ടിലൊക്കെ അവൈലബിൾ ആയിട്ട് അവർ തരും. അതേസമയം ഇലക്ട്രിക്കിന് എപ്പോൾ 2000 എപ്പോഴും ഉണ്ടാവും. മുകളിലേക്ക് ഇഷ്ടംപോലെ പ്രൈസ് റേഞ്ചിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബ്രഷ് പമ്പ് ഉണ്ട് കേട്ടോ. ഇതിന് ഏകദേശം 3400 ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് പറയാനായിട്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെയാണ് മാനുവലിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇലക്ട്രിക് ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, ഈസി ആയിരിക്കും കേട്ടോ. മണി ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇലക്ട്രിക്കിലേക്ക് പോകുന്നത് നല്ലതാണ്. വർക്കിംഗ് വുമൻസ് ആണ് ഓഫ് കോഴ്സ് ഇലക്ട്രിക് വാങ്ങിക്കണം, കാരണം അവർക്ക് എന്തായാലും അതിന് ഒരുപാട് യൂസ് ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ആവശ്യകത അനുസരിച്ച് നമുക്ക് ഇലക്ട്രിക് വേണോ മാനുവൽ വേണോ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ കാണുന്നവർ ബൈ, ടേക്ക് കെയർ.